രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് ലഭിച്ചത് സന്തോഷമെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനായി NSS മധ്യസ്ഥത വഹിച്ചിട്ടില്ല. ഗീവർഗീസ് മാർ കുർലോസ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ആവശ്യമില്ലാതെ കാല് നക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തെക്കുറിച്ച് ജി സുകുമാരൻ നായർ പ്രതികരിച്ചു. രണ്ടെണ്ണം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത്, കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് താല്പര്യമില്ലായിരുന്നു, തുടർന്ന് താങ്കൾ ഫോൺ വിളിച്ചിട്ടാണ് അദ്ദേഹം സമ്മതിച്ചതെന്നൊക്കെ കേൾക്കുന്നു. ശുദ്ധാസംബന്ധം. മാർ കൂർലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? ഇല്ലേ? ആവശ്യമില്ലാതെ കാല് പിടിച്ചാൽ, ആവശ്യമില്ലാതെ കാല് നക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്തായാലും രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ ലഭിച്ചതിൽ NSSന് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പറയുന്നത്. ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവും കൂടെ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടേത് ഇന്നുണ്ടായിട്ടുള്ളത്. പ്രധാനമായും വലിയ രാഷ്ട്രീയ നിലപാടുകളൊന്നും പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കൃത്യമായി കുറിക്കൊള്ളുന്ന ചില വാചകങ്ങൾ അദ്ദേഹം പറയുകയുണ്ട്, ചില നിലപാടുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിൽ BJP വളരുകയാണ്, മറ്റ് ഇടങ്ങളിൽ എന്ന പോലെ തന്നെ കേരളത്തിൽ BJP വളരുന്നു. BJPയുടെ ഒരു ഏകാധിപത്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷമാണ്, അതിന് ഏകാധിപത്യം എന്ന് പറയാനാകില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കി പറയുകയുണ്ടായി. ഒപ്പം തന്നെ കേരളത്തിന് 2 മന്ത്രിസ്ഥാനം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്, അവരെ അഭിനന്ദിക്കുന്നു. സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു, തൃശ്ശൂരിലെ ജയത്തിന് ശേഷം ഫോണിൽ സംസാരിച്ചിരുന്നു. ഒരു തരത്തിലും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി തങ്ങൾ സമ്മർദ്ദം ചെലുത്തിയെന്നോ മധ്യസ്ഥത വഹിച്ചെന്നോ തങ്ങൾ അവകാശപ്പെടുന്നില്ല, അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും തങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ മാർ കുർലോസിന് എതിരെയുള്ള പരാമർശങ്ങളായിരുന്നു. അത് മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുരോഹിതനായിരുന്നു അദ്ദേഹം. ആവശ്യമില്ലാത്ത കാല് നക്കാൻ പോയാൽ ഇത് തന്നെയായിരിക്കും ഗതി എന്നുള്ള ഒരു മുന്നറിയിപ്പ് ജി സുകുമാരൻ നായർ നൽകുകയാണ് ഉണ്ടായത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന് ലഭിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ വളരെ സന്തുഷ്ടനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കാൻ പറ്റുന്നത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ പരാജയം, രാജ്യമൊട്ടാകെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പരാജയമെല്ലാം ഇത്തരത്തിൽ കോൺഗ്രസിലെ തമ്മിൽ തല്ല് കാരണമാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിയമസഭയിൽ കൂടുതൽ, ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് നിയമസഭയിൽ കൂടുതൽ BJPയുടെ പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയണം. രണ്ടിൻ്റെയും രാഷ്ട്രീയ പശ്ചാത്തലം വ്യത്യാസമാണ്, അതുകൊണ്ട് തന്നെ അതെല്ലാം കണ്ടു തന്നെ അറിയണമെന്ന് തന്നെ വ്യക്തമാക്കുന്നു. ഏതായാലും 2 മന്ത്രിസ്ഥാനത്തിൽ ഒരാൾക്ക് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ലഭിച്ചതിൽ വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.